അപകടാവസ്ഥയിലായ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന് മുല്ലപ്പെരിയാർ ജനസംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. സംസ്ഥാന താൽപര്യത്തിനെതിരെ 1970 പുതുക്കിയ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ റദ്ദാക്കണം. 1970 വിദഗ്ധ ഉപദേശം തേടാതെയും സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിക്കാതെയും ബാഹ്യസമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നിലവിലെ കരാർ പുതുക്കുകയാണ് ചെയ്തത്. സംസ്ഥാന താൽപര്യം പൂർണ്ണമായും ബലികഴിച്ച നിലവിലെ കരാർ റദ്ദാക്കണമെന്നും മുല്ലപ്പെരിയാർ ജനസംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും പുറത്തു കൊണ്ടുവരണം. എല്ലാ ഇടപാടുകളും കൊണ്ടുവരണം. എന്തുകൊണ്ട് കേരളം സ്ഥിരമായിട്ട് തോറ്റുകൊണ്ടിരിക്കുന്നു സുപ്രീം കോടതി? ഓരോ വർഷം കഴിയുന്നത് ഓരോ വിധി വരുമ്പോഴും നമുക്ക് അനുകൂലമായിട്ട് വന്നത് ഇതിന്റെ ഉത്തരവാദിത്വം ചുമതല ഡാം സേഫ്റ്റി അതോറിറ്റി ഏറ്റെടുത്തു എന്നുള്ളത് മാത്രമാണ്. അതിന്റെ എന്താണ് റിസൾട്ട് എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അത്ര ഭീകരമായ അവസ്ഥയാണ് കേരളം നേരിടാൻ പോകുന്നത്. ഇത് ജനകീയമായ ഒരു വലിയ സമ്മർദ്ദമുണ്ടാകാതെ ഒരു ഗവൺമെന്റും ഇതിന് വഴങ്ങുമെന്ന് തോന്നുന്നു. കാരണം വലിയ റിസ്ക് എടുത്തെങ്കിൽ മാത്രമേ ഇതിനെ നേരിടാൻ കഴിയുള്ളൂ. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഫെഡറൽ സംവിധാനത്തിലെ സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള അധികാരങ്ങളുണ്ട്. പക്ഷേ കേരളത്തിന്റെ മണ്ണിൽ നിൽക്കുന്ന ഡാം അപകടാവസ്ഥയിൽ വന്നിട്ടും അതിനെ ഡീകമ്മീഷൻ ചെയ്തുകൊണ്ട് പുതിയ ഡാം പണിയട്ടെ. ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരണം. അതിന് കേരളത്തിലെ പുതിയ ഗവൺമെന്റിനെ അതിന്റെ അപകടാവസ്ഥ ബോധ്യപ്പെടുത്തുക. ഞങ്ങളുടെ മുഖ്യമന്ത്രി അടക്കമുള്ള ജലവിഭവ വകുപ്പ് മന്ത്രി അടക്കമുള്ളവർക്ക് അതിന്റെ ചെറിയൊരു റിപ്പോർട്ട്, ഒരു പഠന റിപ്പോർട്ടും ഞങ്ങളുടെ നിവേദനം എല്ലാം ചേർത്ത് നൽകിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയിൽ നിന്നും താഴ്ത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വർഷങ്ങളായി സംസ്ഥാനം സുപ്രീം കോടതിയിൽ കേസ് നടത്തിവരികയാണ്. ഈ നിയമ പോരാട്ടത്തിനെ തുരങ്കം വെച്ചുകൊണ്ട് ജലനിരപ്പ് 142 അടിയിൽ കൂടുവാൻ കേരളം അനുവദിക്കില്ല എന്ന നിലപാടെടുത്ത ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് മാപ്പ് പറയണമെന്നും മുല്ലപ്പെരിയാർ ജനസംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. 50 വർഷം മാത്രം ആയുസ് നിർണയിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് 131 വർഷം പിന്നിടുമ്പോഴും ഡീകമ്മീഷൻ ചെയ്യാൻ നടപടി സ്വീകരിക്കുന്നതിൽ മാറിവരുന്ന സംസ്ഥാന സർക്കാരുകൾ ഗുരുതരമായ അലംഭാവമാണ് കാട്ടുന്നതെന്നും മുല്ലപ്പെരിയാർ ജനസംരക്ഷണ സമിതി പറഞ്ഞു. കേരളത്തിലെയും ദേശീയ തലത്തിലെയും മാധ്യമപ്രവർത്തകരെ അണക്കെട്ട് സന്ദർശിക്കുവാൻ അനുവദിക്കണം. സംസ്ഥാനത്തിന് എതിരായ 999 വർഷ പാട്ടക്കരാർ കത്തിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ ഈ മാസം 14 മുതൽ 21 വരെ പ്രതിഷേധ സമരം നടത്തുമെന്നും 14-ാം തീയതി രാവിലെ 11 മണിക്ക് തൊടുപുഴയിൽ പാട്ടക്കരാർ കത്തിച്ച് സംസ്ഥാനതല ഉദ്ഘാടനം നടത്തുമെന്നും മുല്ലപ്പെരിയാർ ജനസംരക്ഷണ സമിതി അറിയിച്ചു. കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ അഡ്വക്കേറ്റ് റോയി വാരിക്കാട്ട്, ജനറൽ കൺവീനർ പി.ടി. ശ്രീകുമാർ, PRO ഷിബു കെ, ട്രഷറർ PP ഖാലിദ് സഖാഫി, അഡ്വക്കേറ്റ് ശാന്താറാം തോടൂർ, ശ്രീരാജ് ചിറ്റക്കാട്ടും എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.